ഹായ് ഫ്രണ്ട്സ്, ഇന്നിവിടെ പറയാൻ പോകുന്നത് ഒരു പുതിയ ട്രിക്ക് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ടിപ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ ഹാക്കിംഗ് ആണെന്ന് പറയും. എന്ത് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ നമ്മൾ മറന്നു പോയ പാസ്വേഡ് എങ്ങനെ വിൻഡോസ് 7 മറന്നു പോയ പാസ്വേഡ് നമുക്കിങ്ങനെ കിട്ടും എന്നുള്ളത് നോക്കാം. അത് നമുക്കൊരു പാസ്വേഡ് അറിയില്ല, എങ്ങനെ നമുക്ക് പാസ്വേഡ് അറിയാതെ പാസ്വേഡ് റിമൂവ് ചെയ്യാമെന്ന് നോക്കാം. നമ്മുടെ ഡാറ്റകളൊന്നും പോവാതെ തന്നെ നമുക്കങ്ങനെ പാസ്വേഡ് എങ്ങനെ റിമൂവ് ചെയ്യാൻ നോക്കാം. നിങ്ങൾക്ക് ഇതിന് വേണ്ട വേറെ സോഫ്റ്റ്വെയർസോ ഒന്നും, വേറെ വിൻഡോസ് 7 CD ഒന്നും ഇവിടെ ഉപയോഗിക്കേണ്ട. വേറെ തേർഡ് പാർട്ടി സോഫ്റ്റ്വെയർസിൻ്റെ ഒന്നും സഹായമില്ലാതെ നമുക്ക് ഇവിടെ വെച്ച് തന്നെ നമുക്ക് വിൻഡോസ് പാസ്വേഡ് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം. അതിനായിട്ട് എൻ്റെ സിസ്റ്റത്തിലെ താഴത്ത് ഞാൻ എൻ്റെ സിസ്റ്റം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യണം. അവിടെ ഞാൻ എൻ്റെ സിസ്റ്റത്തിൽ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ താഴത്ത് റീസ്റ്റാർട്ട് എന്ന ബട്ടൺ റീസ്റ്റാർട്ട് ചെയ്യാണ്. പിന്നെ ശ്രദ്ധിക്കണം, നിങ്ങൾ റീസ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളെ പവർ ഡയറക്റ്റ്ലി ഓഫ് ആക്കുക. അതായത് കറണ്ട് ഒന്ന് ഓഫ് ചെയ്യാം, പെട്ടെന്ന് പവർ ഒന്ന് ഓഫ് ചെയ്യാം. നിങ്ങൾ പവർ ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുക. സിസ്റ്റം ഒന്ന് സ്റ്റാർട്ട് ചെയ്തെടുക്കുക. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ലഞ്ച് ടോട്ടൽ റിപ്പയർ, പിന്നെ സ്റ്റാർട്ട് വിൻഡോസ് നോർമലി എന്ന രണ്ട് ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ടുണ്ടാവും. ഇതിൽ നമുക്ക് ലഞ്ച് ടോട്ടൽ റിപ്പയർ എന്ന് കൊടുക്കാം. ഓക്കെ, വിൻഡോസ് ഈസ് ലോഡിങ് ആൻഡ് ഫയൽസ് എന്ന് കാണിക്കുന്നുണ്ട്. നമുക്ക് വിൻഡോസ് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കാരണം റിപ്പയറിലൊക്കെയുള്ള ഇത് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്വല്പം നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, വിൻഡോസ് ഫയൽ നിങ്ങൾക്ക് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സ്റ്റാർട്ട് ഓഫ് റിപ്പയർ എന്ന് വന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ ഒരു 10 അല്ലെങ്കിൽ 15 മിനിറ്റ് നിങ്ങൾക്ക് ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും, കാരണം നമുക്കൊരു ഡയലോമോസ് വരാനുണ്ട്. അതുവരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യാം. ഇത് വേണമെങ്കിൽ ഇതല്ല ഡയലോമോസ്, ഇതൊന്ന് ക്യാൻസൽ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനിയാണ് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. നിങ്ങൾക്കൊരു ഡയലോഗ് ബോക്സ് വരും, അതുവരെ വെയിറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഡയലോഗ് ബോക്സ് വന്ന് ഇതുപോലെ ഒന്ന് വരും. അതിൽ ഹൈഡ് പ്രോബ്ലം ഡീറ്റെയിൽസ് എന്ന് എടുത്തിട്ട് താഴത്തൊരു ടെക്സ്റ്റ് ഫയൽ ഉണ്ട്. ആ ടെക്സ്റ്റ് ഫയൽ എടുക്കുക, എന്നിട്ട് നോട്ട് പാഡിലേക്ക് വരും. അപ്പോൾ അത് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് താഴത്ത് ഓൾ ഫയൽസ് എന്നുണ്ട്, ഓൾ ഫയൽ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മളെ മൈ കമ്പ്യൂട്ടർ ഇപ്പോൾ എവിടെയാണോ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് അവിടെ വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്ത് അവിടെ പോവുക. വിൻഡോസ് എന്ന് എടുത്തിട്ട് സിസ്റ്റം 32 എന്നത് കാണാം, ആ 32 എടുക്കുക. അതിൽ നമുക്കൊരു ഫയൽ എടുക്കേണ്ടതുണ്ട്, ഒരു CETHC എന്നെടുക്കുക. അതൊന്ന് ജസ്റ്റ് ഒന്ന് റീനെയിം ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക. ഞാൻ ജസ്റ്റ് ഒരു 1 കൊടുക്കുന്നു. ഓക്കെ, എന്നിട്ട് ആ ഫയലിൻ്റെ റീനെയിം, ഞാൻ ആ ഫയലിൻ്റെ പേരൊന്ന് നിങ്ങൾക്കൊന്ന് കോപ്പി ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളൊന്ന് എഴുതി വെക്കുകയോ ഒന്ന് നോട്ട് ചെയ്യുക, എവിടെയും നോട്ട് ചെയ്യുകയെന്ന് ചെയ്യാം. എന്നാൽ അടുത്ത ഫയൽ എനിക്ക് കിട്ടുന്നുണ്ട് CMD ഫയൽ എന്നാണ്. CMD എന്ന ഫയലാണ് എനിക്ക് കിട്ടേണ്ടത്. നോക്കൊണ്ടിരിക്കും. ഓക്കെ, CMD മുകളിലോട്ട്. ഓക്കെ, CMD എന്ന ഫയൽ നമുക്കിവിടെ കണ്ടിട്ടുണ്ട്. ഇതൊന്ന് റൈറ്റ് ക്ലിക്ക് അടിച്ചിട്ട് താഴത്ത് കോപ്പി എന്ന ബട്ടൺ ഉണ്ടാവും. ആ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ ഒന്ന് റൈറ്റ് ക്ലിക്ക് അടിച്ചിട്ട് പേസ്റ്റ് എന്ന ബട്ടൺ കൊടുക്കാം. എന്നിട്ട് CMD റൈറ്റ് എടുത്ത് റീനെയിം ചെയ്യാം. നമ്മൾ നേരത്തെ ചെയ്ത ആ നെയിം അത് അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഈ 1 വേണ്ട, ഞാൻ എന്താണോ റീനെയിം ചെയ്യുന്നതിന് മുന്നിലാവുന്ന ആ പേര് ഇവിടെ നിന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, SETHC പേര് ശ്രദ്ധിക്കണം, SETHC. ഓക്കെ, ഇവിടുത്തെ പരിപാടികൾ കഴിഞ്ഞു. ഇതൊന്ന് ക്യാൻസൽ ചെയ്യാം. എന്നിട്ട് ഈ നോട്ട് പാഡ് വിൻഡോ ഒന്ന് ക്ലോസ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് ക്ലോസ് ചെയ്യാം. ഇതൊന്ന് ക്ലോസ് ചെയ്ത് സിസ്റ്റം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ സിസ്റ്റം ഇപ്പോൾ റീസ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്റ്റാർട്ടിങ് വിൻഡോസ്. പിന്നെ നിങ്ങളെ കൂട്ടുകാരിലേക്ക് ഇത് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, നിങ്ങൾ ഷിഫ്റ്റ് 5 തവണ ഒരുമിച്ച് പ്രസ് ചെയ്യാം. 1 2 3 4 5. ഓക്കെ, ഇതിൽ നോന്ന് കൊടുത്തിട്ട് ഞാൻ തരുന്ന കമാൻഡ്, ഞാൻ ചെയ്യുന്ന കമാൻഡ് നിങ്ങളൊന്ന് അടിച്ചു കൊടുത്തോളൂ. നെറ്റ് യൂസർ
എൻ്റർ അടിക്കുക. അപ്പോൾ നിങ്ങൾ 3 യൂസർ ഇവിടെ കാണിക്കും. അഡ്മിനിസ്ട്രേറ്റർ, ഗസ്റ്റ് ആൻഡ് സെഫ് നെറ്റ്വർക്ക് 3 യൂസർ അതുള്ളത്. എന്നിട്ട് എനിക്ക് വേണ്ട യൂസർ, അതായത് സെഫ് നെറ്റ്വർക്ക് എന്ന യൂസറിൻ്റെ പാസ്വേഡാണ് എനിക്ക് ഇവിടെ ഇപ്പോൾ വേണ്ടത്. ആ പാസ്വേഡാണ് ഞാൻ ലോഗിൻ ചെയ്യാൻ നോക്കുന്നത്. നമുക്കൊന്ന് കൺഫേം ചെയ്യാം. ഇതാണ് സെഫ് നെറ്റ്വർക്ക്, അതിൻ്റെ പാസ്വേഡാണ് എനിക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഞാൻ ഒരു കമാൻഡ് ചെയ്യാൻ പോവുകയാണ്. ഒന്നുകൂടെ ഞാൻ നെറ്റ് യൂസർ ആൻഡ് സ്പേസ്, പിന്നെ എന്താണ് നിങ്ങളുടെ കൊടുത്താൽ ഏത് യൂസറിനാണ് വേണ്ടത് വെച്ചാൽ അത് കൊടുക്കുക. ഞാൻ എൻ്റെ സിസ്റ്റത്തിൽ സെഫ് നെറ്റ്വർക്ക് എന്ന യൂസറാണ്. അത് സെഫ് നെറ്റ്വർക്ക് എന്ന യൂസർ കൊടുത്തിട്ടു ശേഷം ഒരു സ്റ്റാർ എന്ന ഇത് പ്രസ് ചെയ്ത് കൊടുത്തു. സ്റ്റാർ എന്ന കീ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് എൻ്റർ അടിക്കുക. ഓക്കെ, യൂസർ പാസ്വേഡ് ഓക്കെ. ഒരു പ്രാവശ്യം യൂസർ എന്ന് അടിക്കുക. സ്പേസ് യൂസർ സ്പേസ് സെഫ് നെറ്റ്വർക്ക്, അതായത് നിങ്ങളുടെ യൂസർ നെയിം, നിങ്ങൾ കൊടുത്ത യൂസർ നെയിം സ്പേസ് എന്നിട്ട് സ്റ്റാർ ഇട്ട് എടുക്കുക, എൻ്റർ അടിക്കുക. അപ്പോൾ നിങ്ങളോട് പാസ്വേഡ് എൻ്റർ ചെയ്യാൻ പറയും. നിങ്ങൾക്ക് ഒരു പാസ്വേഡ് കൊടുക്കുക. ഞാൻ ഒന്നും ബ്ലാങ്ക് പാസ്വേഡ് കൊടുക്കുന്നത്, അതുകൊണ്ട് ഞാൻ എൻ്റർ അടിക്കുക. നിങ്ങൾ പാസ്വേഡ് കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാസ്വേഡ് കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഒരു ബ്ലാങ്ക് പാസ്വേഡ് കൊടുക്കുന്നതുകൊണ്ട് ജസ്റ്റ് ഒന്ന് എൻ്റർ അടിച്ചു കൊടുക്കുക. അപ്പോൾ വീണ്ടും കൺഫേം ചെയ്യാൻ പറയും. വീണ്ടും നിങ്ങൾ കൊടുത്ത പാസ്വേഡ് ആണെങ്കിൽ അത് കൊടുക്കുക. ഞാൻ ഒന്നുകൂടെ എൻ്റർ ചെയ്യുന്നു. ഇത് കമാൻഡ് കംപ്ലീറ്റ് സക്സസ്ഫുൾ എന്ന് കാണിക്കുന്നുണ്ട്. എന്നിട്ട് ഈ വിൻഡോ ക്ലോസ് ചെയ്യാം. നിങ്ങൾ കൊടുത്ത പാസ്വേഡ് എന്താ വെച്ചാൽ അവിടെ നിന്ന് എൻ്റർ ചെയ്യുക. ഞാൻ പാസ്വേഡ് ഒന്നും കൊടുക്കാത്തത് കൊണ്ട് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, വെൽക്കം. ഓക്കെ, ഡൺ. നമ്മുടെ വിൻഡോസ് പാസ്വേഡ് ഇപ്പോൾ റിക്കവർ ആയിട്ടുണ്ട്. നമുക്ക് ഒരു ഫയൽസോ ഒന്നും മിസ്സാവാത്ത നമ്മുടെ പാസ്വേഡ് പോയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാരിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. എല്ലാവർക്കും നിങ്ങൾ കൂടുതൽ വീഡിയോകൾക്ക് ഇത് തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടതിന് നന്ദി.